ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഈ ലിസ്റ്റിലെ നമ്പറുകൾ ഓഡാണോ ഈവൺ ആണോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കോഡ് നോക്കുക. ഫോർ ഐ ഇൻ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്, ഇതാണ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്, ഇതാണ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ആദ്യത്തെ നമ്പർ ഐ ഇൻ ലിസ്റ്റ് ഓഫ് നമ്പർ ഐ ഈക്വൽ ടു 4 ആയിരിക്കും. ആ 4നെ ഐ നോട്ട് ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? അത് ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇത് മുതൽ ഇതുവരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നാണ്. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓഡ് നമ്പർ ആയിരിക്കും. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതാണ് ഈവൺ നമ്പർ ആയിരിക്കും. അപ്പോൾ ആദ്യം നോക്കുന്നത് ഐയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓഡ് നമ്പർ ആയിരിക്കും. അങ്ങനെ ഓഡ് നമ്പർ ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. അല്ലെങ്കിൽ ഓഡ് നമ്പർ ആയിരിക്കും, ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 3. ഇതാണ്. അപ്പോൾ ഈവൺ നമ്പർ ആണെങ്കിൽ, ഇവിടെ നമ്മൾ നോക്കുന്നത്, ഇവിടെ എല്ലാം നമ്മൾ ഓഡ് നമ്പർ ആണെങ്കിലാണ്. എൽസ് ഓഡ് നമ്പർ അല്ല, ഈവൺ നമ്പർ ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുണ്ടോ, ഐ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. ഐ മോഡ്ലെസ് ഡിവൈഡ് ബൈ 3, നോട്ട് ഡിവിസിബിൾ ബൈ 3 എന്നാണ് ഇവിടെ. നോട്ട് ഡിവിസിബിൾ ബൈ 3 ഇതാണ്. നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ഈവൺ നമ്പർ ആയിരിക്കും, 3 ആയിരിക്കും. അല്ലെങ്കിൽ ഐ ഈസ് ആൻ ഈവൺ നമ്പർ ആൻഡ് ഡിവിസിബിൾ ബൈ 3. ഇതാണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ആദ്യത്തെ നമ്പർ 4 ആണ്. 4 ഈസ് ഈവൺ നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 3. അടുത്ത് 5 ആണ്. 5 ഈസ് ആൻ ഓഡ് നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 3. അടുത്ത് 9 ആണ്. 9 ഈസ് ആൻ ഓഡ് നമ്പർ ഡിവിസിബിൾ ബൈ 3. അടുത്ത് 17 ആണ്. 17 ഈസ് ആൻ ഓഡ് നമ്പർ ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 3. അടുത്ത് 21 ആണ്. 21 ഈസ് ഓഡ് നമ്പർ ആൻഡ് ഡിവിസിബിൾ ബൈ 3. അടുത്ത് 0 ആണ്. 0 ഈസ് ആൻ ഈവൺ നമ്പർ ആൻഡ് ഡിവിസിബിൾ ബൈ 3. 0യെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്ത് 12 ആണ്. 12 ഈസ് ആൻ ഈവൺ നമ്പർ ആൻഡ് ഡിവിസിബിൾ ബൈ 3. ഇതാണ് ഇതിൻ്റെ കോഡ്. നിങ്ങൾ ഇതിൻ്റെ കോഡ് ഓർമ്മ വേണം. ഒന്നും കൂടെ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓഡാണോ എന്നാണ്. ഇവിടെ ഓഡാണെങ്കിൽ ഇവിടെ വരും, അല്ലെങ്കിൽ ഈവൺ ആണെങ്കിൽ ഇവിടെ വരും. എൽസ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഈഫും എൽസും, ഇതിൻ്റെ ഈഫ് എൽസ്, ഇതിൻ്റെ ഈഫ്, രണ്ടാമത്തെ ഈഫ് എൽസ് നോക്കണം. ഓക്കെ.